സസ്പെൻസ് അങ്ങനെ തുടരുകയാണ്. ആരാണ് BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു കേൾക്കുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സുരേന്ദ്രൻ തുടരുമോ അതോ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 6 പേരിൽ ആരെങ്കിലും രംഗത്തേക്ക് വരുമോ എന്നുള്ളതാണ്. അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച അമിത്ഷാ എത്തുമ്പോൾ എന്ത് സസ്പെൻസാണ് കാത്തുവെക്കുന്നത് BJPക്കാർക്കും BJP പ്രവർത്തകർക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 6 പേർ നിലവിൽ അധ്യക്ഷ സ്ഥാനത്തുള്ള K. സുരേന്ദ്രൻ, ശോഭ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, MD രമേശ്, V. മുരളീധരൻ എന്നിവരാണ്. V. മുരളീധരൻ, RSSന്റെ ദേശീയ നേതാവ് A. ജയകുമാർ തുടങ്ങിയവരെയാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല BJP സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായും A. ജയകുമാറിനെ പരിഗണിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്കും അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ BJPയിൽ ആരാകും സംസ്ഥാന അധ്യക്ഷൻ, കാരണം BJP എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരെ എന്നറിയാനാണ് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾക്കും എപ്പോഴും ആഗ്രഹം. കാരണം ക്രൂശിക്കപ്പെടുന്നത് എപ്പോഴും BJPക്കാരാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ ആരാകും, ആര് വന്നാൽ നന്നാവും എന്നൊക്കെയുള്ള അന്തി ചർച്ചകൾ. ഇവർ വന്നാൽ അവർക്ക് പണിയാകുമോ, ഇനി ശോഭാ സുരേന്ദ്രൻ വന്നാൽ സുരേന്ദ്രനെ തള്ളിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ K. സുരേന്ദ്രന് പണി കൊടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി, ഇനി MD രമേശ് വന്നാൽ MD രമേശ്, ഇവരെല്ലാം പിന്തള്ളിക്കൊണ്ട് MD രമേശ് കടന്നു വന്നു, അമിത്ഷായുടെ ഗുഡ് ലിസ്റ്റിലേക്ക് MD രമേശ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ നമുക്ക് കാണാം. എപ്പോഴും BJP എന്ന് പറയുമ്പോൾ അവരെ പറയാനും അവരെ വാർത്തകൾ കാണിക്കാനും അതിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആളുകൾ ഉള്ളത് കൊണ്ടാകാം ഈ BJPയെ തൊടുമ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് പറയുമ്പോൾ ആളുകൾക്ക് കേൾക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് എന്നുള്ളത്. K. സുരേന്ദ്രൻ സംസ്ഥാന പദവിയിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയാണ്. 5 വർഷത്തെ കാലാവധി കഴിഞ്ഞു. അതിലേക്ക് പുതിയ ആള് എന്നുള്ളതാണ് ദേശീയ നേതൃത്വം കാണുന്നത്. ദേശീയ നേതൃത്വം 6 പേരുടെ ഷോർട്ട് ലിസ്റ്റുകൾ തയ്യാറാക്കിയപ്പോൾ ഈ തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കാണ് കൂടുതൽ സർവേ നടത്തും ദേശീയ നേതൃത്വം, അതായത് അണികൾക്കിടയിൽ ആർക്കാണ് കൂടുതൽ സ്വാധീനമുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനമുള്ളത് ആർക്കാണ് എന്നൊക്കെ കേരളത്തിലുള്ള നേതാക്കൾ പോലും അറിയാതെ ദേശീയ നേതൃത്വം ഒരു സർവേ നടത്തും. ആ സർവേയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ദേശീയ നേതൃത്വം ഇവിടെ ഒരു സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ BJPക്ക് വളരാൻ കഴിയുന്ന ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇപ്പോഴുള്ളത്. കാരണം CPM ഭരിച്ചാൽ കേരളത്തിൽ BJPക്ക് തഴച്ചു വളരാൻ കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നു. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ അതേ നിലപാട് തന്നെയാണ് കേരളത്തിൽ BJP സ്വീകരിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രീതിയിലേക്ക് കേരളത്തിലും കോൺഗ്രസിനെ തറപറ്റിക്കുക എന്ന് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല തൃശ്ശൂരിൽ ന്യൂനപക്ഷങ്ങൾ എപ്പോഴും BJPയിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ന്യൂനപക്ഷങ്ങളുടെ കൂടി വോട്ട് നേടിക്കൊണ്ടാണ്. അതുകൊണ്ട് ഏകദേശം 70,000-ന് മുകളിൽ വോട്ട് നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ച് കയറിയത്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് അല്ലെങ്കിൽ BJP ദേശീയ നേതൃത്വത്തിൻ്റെ തന്നെ അത്തരം കഴിവുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് വന്നാൽ കുറച്ചുകൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയാൽ കുറച്ചുകൂടി സീറ്റുകൾ കേരളത്തിലേക്ക് ഒറ്റയടിക്ക് കേരളത്തിൻ്റെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എന്നൊന്നും ദേശീയ നേതൃത്വം വിശ്വസിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും കുറേ സീറ്റുകൾ 2026 അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് എത്തിപ്പിടിക്കാൻ കഴിയും എന്നാണ് BJP വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതൃത്വം അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അതിന് പ്രാധാന്യം കൂടുതലാണ്. ആ പ്രാധാന്യം എന്ന് പറയുന്നത് അമിത്ഷാ വരുമ്പോൾ കൂടുതൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കൂടി കൂടുതൽ ചർച്ചകൾ ചെയ്യപ്പെടും. നിയമസഭയിൽ എവിടെയൊക്കെ ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വളരെ കുറച്ച് വോട്ടുകൾക്കാണ് തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടത്. അദ്ദേഹം ഒരു പുതുമുഖം കൂടി ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് അത്രയും നല്ല വോട്ട് നേടാൻ കഴിഞ്ഞു എങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറച്ചുകൂടി വിപുലമാക്കിയാൽ കേരളത്തിൽ ഒരു സീറ്റ് BJPക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ശശി തരൂർ ഇടഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസുമായി. മോദിയും പിണറായിയും പൊഴുത്തിക്കൊണ്ട് ശശി തരൂരിനെ അകത്താക്കണോ, ശശിക്ക് പോകേണ്ട വഴിയൊക്കെ കോൺഗ്രസ് തെളിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ശശി തരൂർ BJPയിലേക്കാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും തരൂറിനൊരു സീറ്റ് കൊടുത്തുകൊണ്ട് തരൂരിനെയും ജയിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു ചിന്ത എന്തായാലും BJPക്ക് ഉണ്ടാകും. മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ കരുത്തുറ്റ വനിതാ നേതാവാണ് BJPയിലെ. മറ്റൊരു പാർട്ടിയിലും ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തുറ്റ ഒരു വനിതാ നേതാവില്ല എന്നുള്ളതാണ്. നമ്മുടെ തന്നെ ഗസ്റ്റായ ജ്യോതിർ ഘോഷ് സാർ പറഞ്ഞതുപോലെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാനും ഭരിക്കുന്ന സർക്കാരിനെ പ്രതിപക്ഷമായി
സംസാരിക്കാനും പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും ശോഭാ സുരേന്ദ്രന്റെ പേര് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവിടെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന് പലതവണ നമ്മൾ ചോദിക്കേണ്ടി വരും. അദ്ദേഹത്തിന് വായിൽ കിടക്കുന്ന നാക്കാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും. അവിടേക്കൊക്കെ പിണറായിയുടെ മുഖത്ത് നോക്കി കൃത്യമായി ഉത്തരങ്ങൾ ചോദിച്ചറിയാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ കഴിവുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. എം.ടി. രമേശിനെ സംബന്ധിച്ചിടത്തോളം സൗമ്യമായി ക്ഷമയോടുകൂടി പെരുമാറുന്ന ഒരു നേതാവാണ് എം.ടി. രമേശ്. ഒരു നേതാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. കാരണം പത്രക്കാരോടായാലും സംസാരിക്കുന്ന രീതി, ജനങ്ങളോട് സംസാരിക്കുന്ന ഇടപഴകുന്ന രീതി ഒക്കെ നോക്കുമ്പോൾ ഒരു സൗമ്യനായ ക്ഷമാശീലമുള്ള നേതൃപാടവമുള്ള ഒരു നേതൃതലത്തിൽ ഇരിക്കുമ്പോൾ ക്ഷമ വേണം, നേതൃപാടവം വേണം. അതിനെ കൈകാര്യം ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പല സ്വഭാവമുള്ളവരായിരിക്കും നേതൃത്വത്തിലുള്ളവർ. അപ്പോൾ അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് എം.ടി. രമേശനുണ്ട് എന്നുള്ളതാണ്. കെ സുരേന്ദ്രൻ സ്വാഭാവികമായും 5 വർഷം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി. കെ സുരേന്ദ്രൻ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന സമയത്താണ് പാർട്ടിക്ക് ഒരു MP ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ആ സ്ഥാനത്ത് തുടരാം. പക്ഷേ കെ സുരേന്ദ്രൻ സ്വയം തിരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് മാറി നിൽക്കേണ്ടതാണ് എന്നുള്ളതാണ് പൊതുവെ പല BJP-ക്കാരും പറയുന്നത്. കാരണം പാലക്കാട് നിസ്സാരമായി ജയിക്കേണ്ട പാലക്കാട് എങ്ങനെ തോറ്റു എന്നുള്ളൊരു വലിയ ചോദ്യം. വോട്ടിംഗ് ഷെയർ ഒക്കെ കൂടുന്നുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ BJP-ക്ക് ചിലയിടങ്ങളിൽ അടി പതറുന്നുണ്ട്. ആ അടി പതർച്ചയെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ഒരു സംസ്ഥാന അധ്യക്ഷന് അറിയാൻ കഴിവില്ല എങ്കിൽ അദ്ദേഹം ആ സ്ഥാനം മാറിക്കൊടുത്തിട്ട് അടുത്തയാളെ പരീക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ളത്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെയാണ്, അദ്ദേഹം നല്ല വോട്ട് കഴിഞ്ഞ പ്രാവശ്യം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2ാം സ്ഥാനത്തെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും സ്ഥാനങ്ങൾ കിട്ടാൻ അത്ര എളുപ്പമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇനി RSSന്റെ ദേശീയ നേതാവായ ജയകുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു കുറച്ചുകൂടി കാര്യപ്രാപ്തി. നമുക്കറിയാം RSS എന്ന് പറയുമ്പോൾ അവർ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, അവരുടെ രീതികൾ, അവരുടെ നിലപാടുകളൊക്കെ ഒരേ തരത്തിലായിരിക്കും എപ്പോഴും. അതിനൊരു മാറ്റവും വരില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നാണ് പറയുന്നത്. രാഷ്ട്രത്തെ സേവിക്കുക എന്നത് മാത്രമാണ് RSSന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അവർ ലക്ഷ്യം വയ്ക്കുന്നത് ആ അജണ്ട എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ജയകുമാറിനും ഒരു സ്ഥാനം കിട്ടാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനും അർഹതയുണ്ട് സ്ഥാനം കിട്ടാൻ എന്നുള്ളതാണ്. എന്തായാലും സസ്പെൻസ് ഒക്കെ പൊളിച്ചുകൊണ്ട് അമിത്ഷാ എത്തുമ്പോൾ 6 പേരോട് BJP-യുടെ ഓഫീസിലേക്ക്, തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വരാൻ പറയുമ്പോൾ ഇതിൽ ആർക്കായിരിക്കും നറുക്ക് വീഴുന്നത്, ആരായിരിക്കും BJP-യെ നയിക്കാൻ പോകുന്നത്, അതിനുള്ള കഴിവ് ആർക്കാണുള്ളത്? ശോഭാ സുരേന്ദ്രനായിരിക്കുമോ, കെ സുരേന്ദ്രനായിരിക്കുമോ, രാജീവ് ചന്ദ്രശേഖരനായിരിക്കുമോ, M.T. രമേശനായിരിക്കുമോ, അതോ ജയകുമാറിനായിരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.